ഒരിക്കൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, പ്രാർത്ഥനയേക്കാൾ ദൈവത്തിൽ എത്താൻ വേറെ 2 മാർഗമുണ്ട്. എല്ലാവരും ഇങ്ങനെ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം തുടർന്നു, പുഞ്ചിരിക്കുന്നവരും സന്തോഷിക്കുന്നവരുമാണ് നിങ്ങളെങ്കിൽ പ്രാർത്ഥനയേക്കാൾ വേഗത്തിൽ നിങ്ങൾക്ക് ദൈവത്തിൽ എത്താൻ സാധിക്കും. നാം സന്തോഷമുള്ളവരാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം നമുക്ക് സന്തോഷിപ്പിക്കാം. പടർന്നു പിടിക്കുന്ന ഒരു വശ്യ ശക്തിയാണ് ഈ പുഞ്ചിരി നമുക്ക് നൽകുന്നത്. നാം ആരെ നോക്കി പുഞ്ചിരിക്കുന്നുവോ അവരുടെ മുഖത്ത് നമ്മുടെ പുഞ്ചിരിയുടെ പ്രതിഫലനം നമുക്ക് കാണുവാൻ സാധിക്കും. ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം തേടുന്നവർക്കായി എമ്മറ്റ് ഫോക്സ് എന്ന എഴുത്തുകാരൻ ഒരു പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ആരോഗ്യം മെച്ചപ്പെടുത്തുവാനായിട്ട് നാം ഒക്കെ നിർദ്ദിഷ്ടമായ ആഹാര ക്രമീകരണങ്ങൾ ശ്രമിക്കും. ഡയറ്റൊക്കെ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് താല്പര്യപ്പെടും. അതുപോലെ തന്നെ സന്തോഷം നേടിയെടുക്കുവാനായിട്ട് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മാനസിക ആഹാരക്രമത്തിനാണ് ഫോക്സ് രൂപം നൽകിയിരിക്കുന്നത്. 7 ദിവസത്തേക്ക് നമ്മുടെ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും കൃത്യതയുള്ളതും ക്ലീൻ ആയിരിക്കണം. എന്തെങ്കിലും ചിന്തിക്കുകയോ പറയുകയോ ഈ സമയത്ത് ദോഷമായിട്ട് ചെയ്യരുത്. അതുകൂടാതെ ആ ദിവസങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും എപ്പോഴും ആളുകൾക്ക് പ്രചോദനം നൽകി അത് സ്നേഹത്തിൽ അധിഷ്ഠിതമായി ചെയ്യുവാൻ നാം പരിശീലിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇപ്രകാരമുള്ളൊരു മാനസിക ആഹാരക്രമം 7 ദിവസമെങ്കിലും പാലിക്കുവാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റിവിറ്റി പ്രവഹിക്കുമെന്നതിൽ സംശയമില്ല. ഋഗ്വേദത്തിലെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: നന്മ നിറഞ്ഞ സന്തുഷ്ടമായ ഒരു മനസ്സ് ഞങ്ങൾക്ക് തരിക ആനന്ദ ചിന്മയ. അവിടുത്തെ സന്തോഷ സൗഹൃദത്തിൽ ഞങ്ങൾ ആനന്ദം കണ്ടെത്തട്ടെ.